നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. അതുപോലെ വിലപിക്കുന്ന അവസ്ഥയ്ക്ക് നിങ്ങൾ പോകും, നിങ്ങളുടെ സ്വന്തം ഇഷ്ടം നിർബന്ധം പിടിച്ചോണ്ട് പോയാൽ എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു. അടുത്ത വാക്യം നമ്മൾ വായിക്കണം 19 മുതൽ. സാമുവേലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്തൃ പ്രാർത്ഥന എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 54-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 3-ാമത്തെ യാചനയിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ തിരുമനസ്സ്, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് ആരംഭിച്ചു. തിരുമനസ്സ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. അപ്പം നമ്മൾ ഒരു പെർമിറ്റിംഗ് വിൽ ഓഫ് ഗോഡും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നു ദൈവവചനത്തിന്. അപ്പോൾ പെർമിറ്റിംഗ് വിൽ ഓഫ് ഗോഡ് എന്നെ സംഭവിക്കരുതേ, അങ്ങയുടെ പെർഫെക്റ്റ് വില്ല് മാത്രമേ എന്നെ സംഭവിക്കാവുള്ളേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉന്നം. നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പെർമിറ്റിംഗ് വില്ലിന്റെ ഒരു ഉദാഹരണം ഈശോ ദൈവം അനുവദിക്കേണ്ടി വരുന്നത് യൂദാസ്കറിയാത്തയ്ക്ക് ഈശോ കൊടുക്കുന്നതായ അനുവാദം യോഹന്നാൻ 13:27, നീ ചെയ്യാതിരിക്കുന്നത് വേഗം ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഇടവന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ സൂചിപ്പിച്ചു. ദൈവത്തിന്റെ ഈ പെർമിറ്റിംഗ് വില്ലിന്റെ വളരെ നാടകീയമായ അല്ലെങ്കിൽ വളരെ പ്രകടമായ ഒരു രംഗം നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. അത് ഇസ്രായേൽ ചരിത്രവുമായിട്ട് ആഴപ്പെട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ രാജാവിന് വേണ്ടി മുറവിളി എന്നൊരു ഹെഡിങ്ങാണ് വിവർത്തകര് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വചന വിവരണത്തിന്റെ പശ്ചാത്തലം സാമുവേൽ പ്രവാചകന്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളാണ്. നമുക്കറിയാം, ഇസ്രായേൽക്കാർക്ക് ഒരു രാജാവിന് ദൈവം വാഴിച്ചു കൊടുത്തില്ല. ആദ്യ നാളുകളിൽ ഈജിപ്തിലെ അടിമത്തത്തിലെ ഭീകരമായി ഞെരുങ്ങുമ്പോൾ ഫറവോയുടെ കീഴിൽ അടിമത്തത്തിലാണ്. അവിടുന്ന് മോശ എന്ന പ്രവാചകനെ അയച്ച് ശക്തമായ അടയാളങ്ങളോടുകൂടെയാണ് ഫറവോയുടെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിച്ച് ദൈവം കൊണ്ടുവരുന്നത്. 10 അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ കാണിച്ച്. ഫറവോ വലിയ പ്രഗത്ഭനായ രാജാവാണ്. ഒരുപക്ഷെ ലോകത്തിലെ രാജാക്കന്മാർ ഏറ്റവും പ്രഗത്ഭമായ രാജവംശത്തിലെ രാജാവാണ്. എന്നിട്ട് പോലും ആ രാജാവിനെ വരച്ച വരെ നിർത്തിയിട്ട് ജനത്തെ വിടുവിച്ചുകൊണ്ട് പോരുന്നു. മോശ വഴി ഒരു സൈന്യമോ മഹാരാജാവോ ഒന്നും ജനത്തിനില്ല. പ്രവാചകൻ വഴിയാണ് ദൈവം അത് ചെയ്യുന്നത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചെങ്കടല് മുറിച്ച് സീനാ മലയെ കൊണ്ടുവരുന്നു. മരുഭൂമി 40 വർഷത്തെ താമസം വന്നിട്ട് പോലും അത്ഭുതകരമായ മന്ന കൊടുത്ത് അവരെ പോറ്റി. പിന്നീട് മോശയുടെ കാലഘട്ടം കഴിയുമ്പോൾ ജോഷോ വഴി തേനും പാലും കാലത്തിൽ കൊണ്ടുവരുന്നു. ജോർദാൻ നദി അത്ഭുതകരമായിട്ട് കടത്തി. ജെറിക്കോ കോട്ട അതിലും അത്ഭുതകരമായ രീതിയിൽ തകർത്ത് തേനും പാലും ഒഴുകുന്ന കാലദേശം മുഴുവനും ഇവർക്ക് സ്വന്തമായിട്ട് കൊടുത്ത് ലക്ഷക്കണക്കായ ഇസ്രായേൽ മക്കള് വിശാലമായ ആ ദേശത്ത് അങ്ങനെ വാസമർപ്പിക്കുന്നു. നാളുകൾ മുന്നോട്ട് പോയി വളരെ സമാധാനത്തിലും ദൈവ അനുഭവത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് രാജാവോ രാജകുമാരനോ കുമാരന്മാരോ കൊട്ടാരമോ സൈന്യമോ ഒന്നുമില്ലാതെ നീങ്ങുകയാണ്. ന്യായാധിപന്മാർ അവരെ ഭരിക്കുന്നു. സാമുവേലിന്റെ കാലഘട്ടം അത് തീരാറായി. അപ്പൊ ജനങ്ങള് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും എല്ലാം ചുറ്റുപാട് നോക്കുമ്പോൾ നിരന്തരം കാണുന്നുണ്ട് മറ്റ് ജനതകൾക്കെല്ലാം രാജാക്കന്മാരുണ്ട്. ഫിലിസ്തര്, ഏദോമ്യര്, മൊവാബിര്, ഇവർക്കെല്ലാം രാജാക്കന്മാര്, രാജകൊട്ടാരങ്ങള്, സൈന്യങ്ങള്, രാജകുമാരന്മാര്, കുമാരിമാര്, അതിന്റെ എല്ലാം ഒരു തിളക്കത്തിന്റെ മോഹം ഇവിടെ ഉള്ളിൽ കയറുകയാണ്. പക്ഷെ ദൈവമാണ് രാജാവ് എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് അതേ രാജാവാണെന്ന് പറയാനൊരു അവസരമില്ല. എന്നാൽ ഇവിടെ 1 സാമുവേൽ 8-ാമത്തെ അധ്യായത്തില് സാമുവേൽ വൃദ്ധനായപ്പോൾ സാമുവേൽ തൻ്റെ ശുശ്രൂഷ തുടരുവാനായിട്ട് തന്നെ മക്കളെ നിയമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ മക്കൾ ഇവര് താല്പര്യം കാണിച്ചില്ല. അവർ ഉഴപ്പി സ്വാർത്ഥതയൊക്കെ ആയിട്ട് നടക്കുന്നു. അതൊരു കാരണമാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ ശ്രേഷ്ഠന്മാര് സാമുവേൽ പക്കൽ എത്തുന്നതാണ് ഈ അദ്ദേഹത്തെ കാണുന്നത്. അവർ വന്ന് ഈ കാര്യം പറയുന്നത്, അങ്ങ് വൃദ്ധനായി, അങ്ങയുടെ മക്കള് ഈ ചുമതല ഏൽക്കുന്നില്ല, അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ള പോലെ രാജാവിനെ അങ്ങ് ഞങ്ങൾക്ക് വാഴിച്ചു തരണം. ഇത് കേൾക്കുമ്പോഴേ സാമുവേലിന് വിഷമമായി. കാരണം ദൈവത്തെയാണ് ഇവർ തിരസ്കരിക്കുന്നത്. ഈ കാര്യം പറഞ്ഞ് സാമുവേൽ ദൈവത്തിന്റെ പക്കൽ പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം സാമുവേലിനോട് പറയുന്നത് നമ്മൾ കാണുകയാണ്. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക,
അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായി എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. 1 സാമുവേൽ 8:7 തിരുവചനം. ജനം പറയുന്നത് കേൾക്കുക. ഈ ഒരു വചനം നല്ലപോലെ ശ്രദ്ധിക്കണം. ഇവിടെ ദൈവം തന്റെ തിരുമനസ് അനുസരിച്ച് ജനത്തെ നയിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ജനം നിർബന്ധിക്കുന്നത് കൊണ്ട് അവരെ അനുസരിക്കുക, ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. പെർമിറ്റിംഗ് വിൽ ഓഫ് ഗോഡ് ആണ്. വിശുദ്ധ ഗ്രന്ഥത്തില് ഒരുപക്ഷെ ഇവിടെ മാത്രമേ നമുക്ക് ഏതെങ്കിലും പ്രവാചകരുടെ ദൈവം ഇങ്ങനെ സംസാരിക്കുന്നത് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കി സകല പ്രവാചക ദൗത്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ദൈവം എപ്പോഴും പറയുന്നത് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാണ് ദൈവത്തിന്റെ വാക്കുകൾ, ഈ ജനത്തെ അറിയിക്കുക. ഈ ദൈവത്തിന്റെ വചന വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഇടം വലം വ്യതിചരിക്കരുത്. ഈ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം, ഇതിൽ നിന്ന് വ്യതിചരിച്ചു പോയാൽ നിങ്ങൾക്ക് വലിയ ദുരന്തം. നിയമപ്രവർത്തന പുസ്തകത്തിന്റെ 28-ാമത്തെ അധ്യായം ദൈവത്തിന്റെ വചനം പാലിച്ചു പോകുമ്പോൾ അനുഗ്രഹങ്ങളുടെ നീണ്ട ലിസ്റ്റ്, ദൈവത്തിന്റെ വചനം തിരസ്കരിച്ചുകൊണ്ട് വഴിതെറ്റി പോയാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളുടെ നീണ്ട ലിസ്റ്റ്, അതിനേക്കാൾ നീണ്ട ലിസ്റ്റ് ഇവർക്ക് നമുക്ക് കാണാൻ പറ്റും. എല്ലാ പ്രവാചകൻ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞിട്ട് അവിടുത്തെ അരുളപ്പാട് കേട്ടിട്ട് അത് ജനത്തെ വിശ്വസ്തയോടെ അറിയിക്കുക. പ്രവചിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന് വേണ്ടി അറിയിക്കുക എന്ന് അർത്ഥമുള്ളൂ. ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തിക്കൊണ്ട് പല വ്യക്തികളും വിളിക്കപ്പെട്ടവര് ആ വചനങ്ങൾ അറിയിച്ചപ്പോൾ മുൻകൂട്ടി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ സൂചന അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നെ നടന്നു. അപ്പൊ അങ്ങനെ നടന്നപ്പോൾ അതിൽ നിന്നുമാണ് ജനങ്ങൾ അറിയുന്നത് പ്രവചിക്കുക എന്ന് വെച്ചാൽ മുൻകൂട്ടി പറയുക എന്നൊരാശയം അതിനകത്തുണ്ടെന്ന് അവർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് പ്രവചിക്കുക വെച്ചാൽ മുൻകൂട്ടി പറയുന്ന അർത്ഥം പോലും വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവചിക്കുക എന്നുള്ളതിന്റെ കൃത്യമായ അർത്ഥം ദൈവത്തിന്റെ വാക്ക് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വാക്ക് അറിയിക്കാനുള്ള ദൗത്യമാണ് പ്രവാചകർക്ക് കിട്ടുക. പക്ഷേ ഇവിടെ മാത്രം നമ്മൾ സാമുവേൽ പ്രവാചകനൊക്കെ ദൈവം പറഞ്ഞ് കാണുകയാണ്, എൻ്റെ ഹിതം എന്താണെന്ന് നിനക്കറിയാം, അത് ഇത്ര നേരം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവർ തിരസ്കരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വാക്ക് നീ അനുസരിക്കേണ്ട, അവഗണിച്ചേരെ അവരുടെ വാക്ക് നീ അനുസരിക്കുക. ഇവിടെ കാരണം തമ്പുരാൻ പറയുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് ഇവരെ കൊണ്ടുവന്ന നാള് മുതല് ഇവര് എന്നെ തിരസ്കരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോഴൊക്കെ ഞാൻ ഗൗരവത്തോടെ തിരുത്തല് കൊടുത്തു. അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കാൻ ഇട വന്നു. മരുഭൂമിയിലൂടെ മോശം നയിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. പിറുപിറുത്തോട് ജനം പോയപ്പോഴൊക്കെ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട്. സർപ്പദംശനം ഏൽക്കുന്നതും ആൾക്കാർ മരിച്ചു വീഴുന്ന പല സംഭവങ്ങളുണ്ട് നമുക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളിൽ പിന്നെയും ജനം തിരിച്ചു പോകുന്ന ദൈവത്തിന്റെ കരച്ച് പോന്നു. അപ്പൊ ഇവിടെ തമ്പുരാൻ സാമുവേൽ പറയാണ്, ഈജിപ്തിൽ ഞാൻ അവരെ കൊണ്ടുവന്നത് മുതൽ ഇതുവരെ അവർ എന്നോട് ചെയ്തത് ഇത് തന്നെയാണ്. ഇപ്പോഴവര് വീണ്ടും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് കാര്യം ചെയ്യുക, ഇപ്പോൾ നീ എൻ്റെ വാക്ക് എൻ്റെ തിരുമനസ് നോക്കണ്ട, അവര് പറയുന്ന അനുസരിച്ച് രാജാവിനെ വഴിച്ചു കൊടുത്തേക്കുക. 1 വാക്യം പറയാണ്, ഇപ്പോൾ അതുകൊണ്ട് അവരെ അനുസരിക്കുക. പക്ഷെ ഒരു കാര്യം കൂടെ, അവർക്കൊരു മുന്നറിയിപ്പ്, ലാസ്റ്റ് വാണിംഗ് കൊടുക്കണം. അങ്ങനെ അവരുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് അവർക്ക് രാജാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ രാജാവ് എന്താ ചെയ്യാൻ പോകുന്നുള്ളത് കൃത്യമായിട്ട് വിവരിച്ചു കൊടുത്തേക്കണം. നമ്മൾ അവിടെ വായിക്കുന്ന 10 മുതൽ വാക്യങ്ങളില് ആ വചനഭാഗം എടുത്തൊന്ന് നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ രാജാവിന് വേണ്ടി ആവശ്യപ്പെട്ട ജനത്തോട് സാമുവേൽ രാജാവ് ഉണ്ടായി കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, രാജാവ് നിങ്ങൾ ഇങ്ങനെ ചെയ്യും, തന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. 1000ങ്ങളുടെയും 50കളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും. ഉഴുവുകാരും കൊയ്ത്തുകാരും ആയുധ പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും. ഇപ്പൊ നിങ്ങളുടെ പുത്രന്മാരൊക്കെ നിങ്ങളുടെ കൂടെ വീട്ടിൽ തന്നെ ഇല്ലേ? അവിടെ സാന്നിധ്യവും ശുശ്രൂഷ അധ്വാനമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എന്തൊരു സന്തോഷമാണ്. അപ്പനും മക്കളും ഒരുമിച്ച് ജീവിക്കുന്നു. സ്വർഗത്തിന്റെ മുൻ അനുഭവം, ദേവരാജ അനുഭവമാണത്. എന്നാൽ രാജാക്കന്മാർ വന്നു കഴിഞ്ഞാലോ നിങ്ങളുടെ മിടുക്കരായ മക്കളെ രാജാവ് കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിൽ നിയമിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ സ്ഥാനത്ത് ഇല്ലെന്നാകും. അതൊരു വശം. ഈ പുത്രന്മാരെ കുറിച്ച്, നിങ്ങളുടെ പുത്രന്മാരെ സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും. നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിന്റെ സന്തോഷം, അതിന്റെ സുഖം, സ്നേഹം, ആ കൂട്ടായ്മ അനുഭവം, സ്വർഗീയ അനുഭവമാണത്. അത് നഷ്ടപ്പെടും. കൊട്ടാരത്തിൽ അവര് ജോലിക്കാരായിട്ട് മാറും. വീണ്ടും നിങ്ങളുടെ തോട്ടങ്ങള്, മുന്തിരി തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും അതുപോലെ കന്നുകാലിപ്പറ്റങ്ങളും ആടുമാടുകളും എല്ലാം നല്ലതെല്ലാം അവരെടുക്കും, അവൻ സ്വന്തമാക്കും, ദശാംശം മേടിക്കും. അത് അവന്റെ ഇഷ്ടപ്പെട്ടവർക്ക് അവർ കൊടുക്കും, കിങ്കരന്മാർ കൊടുക്കും. അങ്ങനെയുള്ള ജനക്കത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാവും. 18 വാക്യം പറഞ്ഞ് സാമുവേൽ അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം
അന്ന് നിങ്ങൾ വിലപിക്കും, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. അതുപോലെ വിലപിക്കുന്ന അവസ്ഥയ്ക്ക് നിങ്ങൾ പോകും, നിങ്ങളുടെ സ്വന്തം ഇഷ്ടം നിർബന്ധം പിടിച്ചുകൊണ്ട് പോയാൽ എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു. അടുത്ത വാക്യം നമ്മൾ വായിക്കണം 19 മുതൽ. സാമുവേലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം, ഞങ്ങൾക്ക് മറ്റു ജനതകളെ പോലെ ആവണം. 10 പ്രമാണങ്ങളില് 9 പ്രമാണം നമുക്കറിയാം, മോഹിക്കരുത് എന്നാണ്. ഇവിടെ ജനത്തിന് മോഹമാണ്, മറ്റു ജനതകളെ പോലെ ഞങ്ങൾക്ക് ആവണം. അവർക്ക് രാജാക്കന്മാരുണ്ടല്ലോ, ഞങ്ങൾക്ക് രാജാവിനെ വേണം. നിങ്ങൾക്കിപ്പോൾ രാജാവില്ലാത്തതുകൊണ്ട് എന്താ കുറവ്, എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും പറയാനില്ല. രാജാവില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുറവില്ല, ഒരു പോരായ്മയില്ല, ഒന്നിനും കുറവില്ല. മറ്റ് സകല ജനതകളും ഇസ്രായേലിനെ കണ്ട് പേടിക്കുകയാണ്. ഫറവോ പേടിച്ച് അരണ്ട് തീർന്നു പോയി. ജെറിക്കോ നഗരത്തിലേക്ക് വരുമ്പോൾ ഒരു കോട്ട കെട്ടി നഗരമായിരുന്നിട്ട് പോലും ഇസ്രായേൽക്കാർ വരുന്നത് കണ്ടപ്പോൾ അവരെ കോട്ട കെട്ടി അടിച്ച് ഭദ്രമാക്കി, അവരെ ഭയന്ന് ഇത് കാണുന്നുണ്ട്. മുന്നോട്ട് വരുമ്പോഴും സംഖ്യയുടെ പുസ്തകം 22, 23 കാണാം. മോവാബ് രാജാവായ ബാലാക്ക് ഭയന്നിട്ട് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്ത് അറിയാൻ പാടില്ലാതെ ബാലാമിനെ വിളിച്ച് ആഭിചാരം ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ സകല ജനതകളും രാജാവൊന്നും ഇല്ലാത്ത ഈ ജനതയെ പേടിക്കുന്ന അവസ്ഥ നൂറ്റാണ്ടുകളായിട്ട് ഇവർ കണ്ടുകൊണ്ടിരിക്കുക. ഒരു രാജാവിനും ഇവരെ തോപ്പിക്കാൻ പറ്റുന്നില്ല. അത്ര വലിയ സംരക്ഷണമാണ് ഇവർക്കുള്ളത്, ദൈവം കൊടുക്കുന്നത്. എന്നിട്ടും ഇവർക്ക് മോഹമാണ്, ഞങ്ങൾക്ക് മറ്റു ജനതകളെ പോലെ ആകണം, രാജാവും കൊട്ടാരം എല്ലാം വേണം. അപ്പൊ അത് അവർ വീണ്ടും ശാഠ്യ പോലും പറയുമ്പോൾ തമ്പുരാൻ സാമുവേൽ പറയാണ് 21, 22 വാക്യങ്ങള്. അവിടെ പറഞ്ഞു, അവരുടെ വാക്കനുസരിച്ച് അവർക്ക് രാജാവിനെ വാഴിച്ചു കൊടുക്കുക. ഇങ്ങനെ പറയുമ്പോൾ ഇത് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് അല്ല, ഒരു പെർമിറ്റിംഗ് വില്ല് മാത്രമാണ്. സാമുവേൽ ജനത്തോട് പറഞ്ഞു, ശരി, ദൈവം നിങ്ങൾക്ക് രാജാവിനെ തരും, നിങ്ങളുടെ നിർബന്ധം അനുസരിച്ച്. അങ്ങനെ നേതാക്കന്മാരെ പറഞ്ഞു വിട്ടു. തുടർന്ന് നമ്മൾ 9 വായിക്കുമ്പോൾ കാണാം, ദൈവം സാവൂളിനെ വിളിക്കുന്നു രാജാവാക്കാൻ വേണ്ടിയിട്ട്. ഈ സാവൂൾ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ബെഞ്ചമിൻ പദ്ധതി കിഷിന്റെ മകൻ. ഈ കിഷിന് സാവൂളിന് പുത്രനുണ്ടായിരുന്ന 2-ാം വാക്യം, അവനേക്കാൾ കോമളനായ ഇസ്രായേൽ മറ്റാരുമില്ലായിരുന്നു, അവന് തോളൊപ്പം ഉയരമുള്ള ആരും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ നിർബന്ധം വെച്ച് മനസ്സില്ലാ മനസ്സോടെ ഒരു രാജാവിനെ കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദൈവം എന്തെങ്കിലും ഒരു കൊതിക്കറിവ് കാണിക്കുന്നില്ല. നമ്മൾ പറയല്ലേ, നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് മക്കളോ കൂടെയുള്ള ആരെങ്കിലും ഒക്കെ നിർബന്ധം പറഞ്ഞൊരു കാര്യം ചോദിച്ച് മേടിച്ചാൽ നമ്മൾ അനുവദിക്കേണ്ടി വന്നാൽ അത് നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഇല്ലായ്മയും തിന്മയും കൊണ്ട് നമ്മൾ എന്നാ ചെയ്യും? എങ്ങനെയെങ്കിലും ഒരു നിസ്സാരം മിനിമത്തെ തീർക്കാൻ നോക്കും. കൊണ്ടേ അനുഭവിക്കട്ടെ, എടുത്തോണ്ട് പൊക്കോ, ഇത്ര മതി, കൊണ്ടുപോ, കൊണ്ട് അനുഭവിക്കട്ടെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കും നമ്മൾ. അപ്പൊ ഒരു മിനിമത്തെ കൊടുക്കാൻ നോക്കും. അത് നമ്മുടെ നന്മയില്ലായ്മ കൊണ്ട്. പക്ഷെ ദൈവം നന്മ തന്നെ, സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിന്റെ മനസ്സിന് വിരുദ്ധമായിട്ട് ഇവർ നിർബന്ധിച്ച് വാങ്ങിക്കുകയാണ്. എന്നിട്ടും ദൈവം രാജാവിനെ കൊടുക്കാനായിട്ട് ചിന്തിക്കുമ്പം അവിടെ ദൈവം ആ സമൂഹത്തിലെ അന്നുള്ള രാജാവാകാൻ പറ്റിയ യുവാക്കന്മാരിൽ ഏറ്റവും സുമുഖനായ, മിടുക്കനായ, നല്ല പൊക്കവും ഉയരവും ഒക്കെയുള്ള രാജാവിന്റെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു യുവാവിനെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ സാവൂളിനെ ദൈവം പ്രത്യേക രീതിയിൽ കഴുതയെ കാണാതെ ദിവസം പറയാമല്ലോ, അടുത്തത് പറയുന്നുണ്ട്. അങ്ങനെ കഴുതകളെ കാണാതാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി 3 ദിവസം അലഞ്ഞ് നടന്ന് കാർമൽ മലയുടെ ഭാഗത്ത് എത്തിച്ചിട്ട് സാമൂഹ്യ പക്കലെത്തിക്കുന്നു. ആ തലേദിവസം തന്നെ ദൈവം പറയുന്നുണ്ട്, സാമൂഹ്യ 9 15 വാക്യം, നാളെ ഈ സമയത്ത് ഞാന് ബെഞ്ചമിന്റെ നാട്ടിൽ നിന്നും ഒരാളെ ഇവിടെ എത്തിക്കും, അവരിന്ന് രാജാവിന് അഭിഷേകം ചെയ്യണം. അങ്ങനെ വളരെ ദൈവം വിദഗ്ധമായി വളരെ കഴുതകളെ കാണാതാക്കുന്ന ഒരു പ്രക്രിയ നടത്തിയിട്ട് തന്നെ ഇവനെ സാമൂഹ്യ പക്കൽ എത്തിച്ച് പക്ഷേ അഭിഷേകം കൊടുക്കുകയാണ്. 10-ാമത്തെ തീയതി കാണാം 6, 7, 8, 10, 11 വാക്യങ്ങളില് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറഞ്ഞ അഭിഷേകം കൊടുത്തു. സാവൂൾ ഇങ്ങനെ പരിസരം മറന്ന്, സ്വയം മറന്ന്, അഭിഷേകം നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി. അത് കണ്ട് ആൾക്കാർ പോലും ചോദിക്കുന്നുണ്ട്. 11-ാം വാക്യം 10-ാം വാക്യത്തില്, കിഷിന്റെ മകൻ എന്തു പറ്റി, അവനും പ്രവാചകനായോ? അപ്പൊ ദൈവം തന്നെ ആത്മാവിനെ സമർത്ഥമായിട്ട് കൊടുത്തു. ഒന്നിനും ഒരു കുറവും വരുന്നില്ല, ഒരു പഞ്ഞത്തരവും കാണിക്കുന്നില്ല. ദൈവത്തിന് പഞ്ഞത്തരം ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്ത് സാവൂളിനെ രാജാവാക്കിയവർ സംഭവിക്കുന്നത് എന്താണ് നമുക്ക് ഇതേപ്പറ്റി ഒരു സെഷന് വീണ്ടും ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ
സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ.